ഹേ സിനിസ്വാർസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ നമ്മുടെ ഒരു ഫസ്റ്റ് ലുക്ക് വന്നേക്കാണ് നമ്മുടെ ടിക്കി ടാക്ക ആസിഫ് അലിയുടെ. ആസിഫ് അലി കൂടാതെ നസ്ലിനുണ്ട്, ലുക്മാനുണ്ട്, നമ്മുടെ വാമിക, അങ്ങനെ കുറേ നിരവധി പേരുണ്ട്. ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. അപ്പോൾ സിനിമ എന്തായാലും ഒരു കിടിലൻ സിനിമ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഫസ്റ്റ് ലുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും സിനിമ നല്ലൊരു സിനിമ ആവട്ടെ. സിനിമയുടെ റിലീസ് ഡേറ്റ് മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ തരുൺ മൂർത്തിയുടെ ഓപ്പറേഷൻ ജാവയുടെ രണ്ടാം ഭാഗം അങ്ങനെ വരാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ കംബോഡിയ എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ ലുക്മാൻ, ബാലു പഴയ ക്യാരക്ടേഴ്സാണ്. അവരെ കൂടാതെ പൃഥ്വിരാജാണ് മെയിൻ ലീഡായിട്ട് ഈ സിനിമ ലീഡ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓപ്പറേഷൻ ജാവയുടെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ അവർ പതിവ് അപ്ഡേറ്റ് ചെയ്യും. എന്തായാലും ഓപ്പറേഷൻ ജാവ പോലെ തന്നെ ഓപ്പറേഷൻ കംബോഡിയം നല്ല സിനിമ ആവട്ടെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സന്ദീപ് നായകനാവുന്ന ഒരു സിനിമയാണ്. ഈക്കോ എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ കിഷ്കിന്ധ ഗാണ്ടും ടീം വീണ്ടും അവതരിപ്പിക്കുന്ന സിനിമയാണ്. അപ്പോൾ എന്തായാലും സിനിമയുടെ ഫസ്റ്റ് ലുക്ക് നല്ല രസമുണ്ട്. അപ്പോൾ സിനിമ നല്ലൊരു സിനിമ ആവട്ടെ. നമ്മുടെ വിലായത്ത് ബുദ്ധ ഈ മാസം റിലീസ് ചെയ്യാനുള്ള ഒഫീഷ്യൽ ഡേറ്റ് അവർ ഒഫീഷ്യലായിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ സിനിമയുടെ ടീച്ചർ ഇപ്പോൾ തിയേറ്ററിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാന്താരം കാണുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പമൊക്കെ കാണാം. അത് ചെറിയൊരു അവരൊരു പോസ്റ്റർ പങ്കുവെച്ചിട്ടുണ്ട്. ടീച്ചർ തിയേറ്ററിൽ ഇപ്പോൾ അവൈലബിൾ ആണെന്നുള്ള രീതിയിൽ. അടുത്ത രണ്ട് OTT അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഒക്ടോബർ 3 മനോരമ മാക്സിലൂടെ ഒരു വടക്കൻ പ്രണയപർവ്വം എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. ഒക്ടോബർ 3 തന്നെ മനോരമ മാക്സിലൂടെ ആളൊരുക്കം എന്ന നമ്മുടെ ഇന്ദ്രൻസ് നായകനായ ചിത്രം OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.